നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ആഗസ്റ്റ് 4 1989 റിലീസായിട്ടുള്ള രാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമ. ഈ സിനിമ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു. മലയാളത്തിൽ വിജയിച്ചത് കൊണ്ട് തന്നെ ഇത് മറ്റു പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1990 തമിഴിൽ അരങ്ങേറ്റ വേല, 2004 കന്നഡയിൽ ട്രിൻ ട്രിൻ, 2002 തെലുങ്കിൽ ധനലക്ഷ്മി ഐ ലവ് യു, 2002 ഒഡിയയിൽ റോങ് നമ്പർ, 2016 ബംഗാളിയിൽ ഹേരാഫേരി, 2023 പഞ്ചാബിയിൽ ഗോൾഗപ്പെ എന്ന പേരുകളിലായിരുന്നു ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടത്. മാർച്ച് 31, 2000 പ്രിയദർശൻ ഹേരാഫേരി എന്ന പേരിൽ അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, പരേഷ് റാവലിനെ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിപ്പിച്ച് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ബോളിവുഡ് നടൻ പരേഷ് റാവൽ ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത്. ഇതിന്റെ ചില ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിക്കാം. 96 में, आई डिस्टिंक्टली रिमेंबर इन मंथ ऑफ जुलाई, उनके होटल के कमरे में बैठ के तो उन्होंने कहानी सुनाना शुरू किया. वेट फिर ऐसा 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 होता है. यू सी मलयाली फिल्म ऑल्सो. बोला मलयाली फिल्म की बात करते. हाँ, 96 में बैठे हम. ये 84 में ये प्ले हो चुका है गुजराती में. प्ले का नाम था खेल. അദ്ദേഹം പറയുന്നത് 1996 പ്രിയദർശൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഹേരാഫേരി എന്ന സിനിമയുടെ കഥ പറയാൻ വരുന്നത്. കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരേഷ് റാവൽ പ്രിയദർശനോട് നിർത്താൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ആ കഥയുടെ ക്ലൈമാക്സ് പരേഷ് റാവൽ പ്രിയദർശനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പ്രിയദർശൻ പരേഷ് റാവലിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മലയാള സിനിമയൊക്കെ കാണാറുണ്ടോ എന്ന്. അപ്പോഴാണ് പരേഷ് റാവൽ പറയുന്നത് ഈ കഥ 1984 അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള കേൽ എന്ന ഒരു ഗുജറാത്തി നാടകത്തിന്റെ കഥയാണെന്ന്. യഥാർത്ഥത്തിൽ രാംജി റാവ് സ്പീക്കിംഗ് തന്നെ അമേരിക്കൻ ബ്രോഡ്കാസ്റ്റ് കമ്പനിയുടെ കൊറിയ ലെൻസ് സംവിധാനം ചെയ്തിട്ടുള്ള TV ഫിലിമായ സീ ദ മാൻ റൺ എന്ന ഫിലിമിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കേൽ എന്ന പരേഷ് റാവലിന്റെ ഗുജറാത്തി നാടകം തന്നെ ഒരു കോപ്പി അടിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റിൽ പറയാം. കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കും സിനിമ വാർത്തകൾക്കും ഫോളോ ചെയ്യുക.